ഹരിച്ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഹരിച്ചേട്ടാ, കായംകുളത്തുനിന്ന് ഇന്നലെ ഏതാണ്ട് 200ഓളം കോൺഗ്രസ് CPM പ്രവർത്തകർ BJPയിൽ ചേർന്നതായിട്ടാണ് വാർത്ത. ഇത് അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു? കായംകുളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത്? അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ എങ്ങനെ പ്രതിഫലിക്കും? BJP വലിയ രീതിയിൽ മുന്നേറുകയാണോ, അതോ ഇത് ഈ പഴയതുപോലെ ഇങ്ങനെ BJPയുടെ വോട്ട് കൂടും എന്നല്ലാതെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകില്ല, ഒരു വിജയം പ്രതീക്ഷിക്കേണ്ട എന്നാണോ? എങ്ങനെ ഇത് വിലയിരുത്തുന്നു? കായംകുളത്ത് ഇന്നലെ ഒരു ചടങ്ങിൽ വെച്ച്, പൊതു ചടങ്ങിൽ വെച്ച് കോൺഗ്രസിന്റെയും പിന്നെ CPM-ന്റെയും, പ്രത്യേകിച്ച് CPM-ന്റെ പ്രാദേശിക നേതാക്കളടക്കം ഏതാണ്ട് 200ഓളം പേര് BJPയിൽ ചേർന്നു എന്നൊരു വാർത്ത ആണ് പുറത്തു വരുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, അതുപോലെ പ്രത്യേകിച്ചും BJPയുടെ നേതാവായ ശോഭാ സുരേന്ദ്രനാണ് ഈ ഒരു നീക്കത്തിന് പിന്നിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് സംസ്ഥാന അധ്യക്ഷന്റെയും ഒരു അനുഗ്രഹാശസ്സുകളോട് കൂടി തന്നെ ചെയ്യുന്നതാണ്. അവർ യോജിച്ചാണ് ഇവിടെ ഈ പലതവണയും ഇത്തരം മറ്റു പ്രസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ സ്വീകരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. ഇവിടെ ആലപ്പുഴ ഇത് വെറും കായംകുളത്തെ ഒരു രാഷ്ട്രീയ മാറ്റമായിട്ടല്ല ഞാൻ കാണുന്നത്. ഇതിന് അതിലും അധികം രാഷ്ട്രീയ പ്രാധാന്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്തെന്നാൽ കായംകുളം ജില്ലയുടെ ആലപ്പുഴ ജില്ലയുടെ പിന്നെ അമ്പലപ്പുഴ മുതൽ തെക്കോട്ട്, അതായത് ഒരു 40ഓളം കിലോമീറ്റർ നീളത്തിലുള്ള തീരദേശ പ്രദേശത്ത് കാര്യമായ രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ വളരെ വ്യക്തമായി. അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. മാത്രമല്ല, ഈ കായംകുളം അസംബ്ലി നിയോജക മണ്ഡലത്തിൽ CPM-നുള്ളിൽ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം, അവിടുത്തെ MLA ആയ പിന്നെ പ്രതിഭ ഈ അടുത്ത കാലത്ത് അവരുടെ മകനെ ഒരു കേസിൽ കുടുക്കിയതാണെന്ന് വരെ അവർ ആരോപണം ഉന്നയിച്ചു, കഞ്ചാവ് കേസിൽ. അതിനു മുമ്പ് തന്നെ അവിടെ പല ഗ്രൂപ്പുകളുണ്ട്. ഈ പ്രതിഭയ്ക്ക് സ്വന്തമായ ഒരു ഗ്രൂപ്പുണ്ട്, അതുകൂടാതെ CPM-ൽ പല ഗ്രൂപ്പുകളുണ്ട്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതില് പിന്നെ നമ്മുടെ പഴയ മന്ത്രിയായ G സുധാകരനെ അനുകൂലിക്കുന്നവരുണ്ട്, അദ്ദേഹത്തെ എതിർക്കുന്നവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ പഴയ കാലത്തായിരുന്നെങ്കിൽ അച്യുതാനന്ദൻ വിഭാഗവും പിണറായി വിഭാഗവും എന്നുള്ള ഒരു വലിയ ചേരിതിരിവുണ്ടായിരുന്നു. ഇപ്പം അച്യുതാനന്ദൻ വിഭാഗം അപ്രസക്തമായി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ സംഭവിച്ചിരിക്കുന്നത് പുതിയ പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടായി. പ്രാദേശിക നേതാക്കന്മാരുടെ തലത്തിലും MLA-യുടെ തലത്തിലും അങ്ങനെ പല ഗ്രൂപ്പുകൾ. ഇവർ തമ്മിലുള്ള ഒരു സംഘർഷത്തിന്റെ ഫലമായിട്ട് ഇവിടെ മറ്റൊരു പ്രതിഭാസം അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ തൊട്ട് തെക്കോട്ട് അത് വളരെ വ്യക്തമാണ്. അതായത് വർഗീയ ചേരിതിരിവുണ്ട് പാർട്ടിക്കുള്ളിൽ. അത് പറയുമ്പോൾ പാർട്ടിക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ അതാണ് അതിന്റെ സത്യം. അതായത് ഇന്ന് ഈ അടുത്ത കാലത്ത് ഇത് വളരെ വ്യക്തമായത് എനിക്ക് തോന്നുന്നു ഡിസംബർ ആദ്യമോ നവംബർ ഒടുവിലുമാണ് ബിബിൻ C ബാബു എന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ. അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആളാണ് മുൻപ്. അദ്ദേഹം കൃഷ്ണപുരത്തു നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. അദ്ദേഹം CPM-ൽ നിന്ന് രാജിവെച്ച് BJPയിലേക്ക് ചേരുന്നു. അപ്പൊ അദ്ദേഹം ഈ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു, പാർട്ടിയിൽ ചില പ്രത്യേക വിഭാഗക്കാർ ആധിപത്യം ഉറപ്പിക്കുന്നു എന്നൊരു ആരോപണം അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു ആരോപണം അവിടെ മാത്രമല്ല, SDPI-യും അതുപോലെ PDP-യെ പോലുള്ള പാർട്ടികൾ CPM-ൽ വലിയ സ്വാധീനം ചെലുത്തുന്നു, നയരൂപീകരണത്തിൽ എന്നുവരെയുള്ള ആരോപണങ്ങൾ ജില്ലയുടെ പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ചെറിയനാട് എന്ന് പറയുന്ന സ്ഥലം, അതായത് ചെങ്ങന്നൂരിനും മാവേലിക്കരയ്ക്കും ഇടയ്ക്കുള്ള ഒരു പ്രദേശമാണ് ചെറിയനാട്. അവിടെ ഒരു ലോക്കൽ കമ്മിറ്റി സമ്മേളനത്തിലാണെന്ന് തോന്നി, ഇപ്പോഴല്ല, അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ആരോപണം ഉയർന്നു. അപ്പോൾ CPM-ൽ ഉള്ളിൽ ഉരുണ്ടുകൂടുന്ന ചില പ്രതിസന്ധികളാണ്. ആ പ്രതിസന്ധികളാണ് കായംകുളത്ത് ഇപ്പോൾ ഒരു വലിയ മാറ്റമായിട്ട് വന്നിരിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് ശോഭയെ പോലുള്ള ഒരു നേതാവ് ഈ പ്രദേശത്ത് എത്തുകയും അവരിൽ ജനങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ പ്രവർത്തകർക്ക് അവരിൽ വിശ്വാസം ജനിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഈ കൂട്ടത്തോടുള്ള ഈ രാഷ്ട്രീയ മാറ്റം എന്നാണ് ഞാൻ കരുതുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ വളരെ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതായത് ശോഭാ സുരേന്ദ്രന് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് അമ്പലപ്പുഴ തൊട്ട് തെക്കോട്ടുള്ള മണ്ഡലങ്ങളിലാണ്. അമ്പലപ്പുഴ, ഹരിപ്പാട് അവർ വെറും, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് കഷ്ടിച്ച് 1500
താഴെ വോട്ടുകൾക്കാണ് ശോഭ 2ാം സ്ഥാനത്തെത്തിയത്. അവിടെ CPM 3ാം സ്ഥാനത്തായിരുന്നു. KC വേണുഗോപാലിന്റെ തൊട്ടടുത്ത എതിരാളി ശോഭയായിരുന്നു. കായംകുളത്തും അത് അങ്ങനെ തന്നെ ആയിരുന്നു. 2ാം സ്ഥാനത്ത് ശോഭാ സുരേന്ദ്രനായിരുന്നു. അവിടെ ഏതാണ്ട് 1700 വോട്ടിന്റെ വ്യത്യാസത്തിലെങ്ങാണ്ടാണ് അവർ 2ാം സ്ഥാനത്ത് എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൂടാതെ ഇതേ ബെൽറ്റിൽ ഉള്ള കരുനാഗപ്പള്ളും ഇത് തന്നെയായിരുന്നു. ഈ 3 പാർട്ടികളും തമ്മിലുള്ള വോട്ട് വ്യത്യാസം വളരെ കുറവായിരുന്നു. അപ്പോൾ ഇവിടെ രൂപം കൊള്ളുന്ന ഒരു രാഷ്ട്രീയ മാറ്റത്തെയാണത് സൂചിപ്പിക്കുന്നത്, അല്ലാതെ അതൊരു താൽക്കാലിക പ്രതിഭാസമാണെന്നല്ല എനിക്ക് തോന്നുന്നത്. ചോദിച്ചോളൂ. ചേട്ടാ, ഒരു ആകാംക്ഷ കൊണ്ട് ചോദിക്കുന്നതാണ്. ശോഭാ ഓ, സുരേന്ദ്രൻ അവിടെ നിന്ന് ജയിച്ച MLA ആവുമോ കായംകുളത്തുനിന്ന്? അങ്ങേക്ക് എന്ത് തോന്നുന്നു? ശോഭാ സുരേന്ദ്രൻ ഈ പ്രദേശം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും അവരുടെ ആ ഒരു ഉള്ളിൽ കിടക്കുന്ന ഒരു അഗ്നി ഉണ്ടല്ലോ, ആ അഗ്നി അനുസരിച്ച് തന്നെ അത് ആവശ്യമില്ലാതെ അതിൽ പിന്നെ റിയൽ പൊളിറ്റിക് എന്ന് ഇംഗ്ലീഷിൽ പറയാം, അതായത് ഈ അടവ് നയം ഒന്നും ചേർക്കാതിരിക്കുകയും ചെയ്ത് ശോഭാ സുരേന്ദ്രനായി തന്നെ നിലനിന്നാൽ തീർച്ചയായിട്ടും അവര് ഹരിപ്പാട്ടോ അല്ലെങ്കിൽ കായംകുളത്തോ അവർക്ക് ജയിക്കാൻ വളരെ സാധ്യത ഉണ്ട്. അത് സംശയമൊന്നുമില്ല. കാരണം ഇവിടുത്തെ രാഷ്ട്രീയം മാറിക്കഴിഞ്ഞു. അത് പറയുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് അത് പറയുന്നത്, ഞാനത് കൃത്യമായിട്ട് പറയാം. അതായത് നിങ്ങൾ ആലപ്പുഴ ജില്ലയെ കാണേണ്ടത് കേരളത്തിലെ ഏറ്റവും രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ജില്ലയാണ്. ഞാനിത് പറയുമ്പോൾ ചിലർ പറയും കണ്ണൂരല്ലേ എന്ന്. അല്ല, നിങ്ങൾ കണ്ണൂർ CPMന്റെ മുന്നേറ്റങ്ങളെ, കണ്ണൂരിലെ പിന്നെ സ്വാധീനത്തെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ അവിടെ നിങ്ങൾ കുറെ സമരത്തെക്കുറിച്ച് പറയും, മൊറാഴ, കയ്യൂര്, കരിവള്ളൂർ എന്നൊക്കെ നിങ്ങൾ പറയും. അതെ, പക്ഷെ ഈ സമരങ്ങളൊന്നും ആലപ്പുഴ ജില്ലയിൽ നടന്ന പുന്നപ്ര വയലാറിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ അതൊന്നും ഒരു സമരമേ അല്ല. യഥാർത്ഥത്തിൽ ജനമുന്നേറ്റം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടായ സ്ഥലം ആലപ്പുഴ ജില്ലയാണ്, അത് പുന്നപ്ര വയലാർ. പിന്നെ ഈ രാഷ്ട്രീയ മാറ്റം നടക്കുന്ന കായംകുളത്തിന് ഒരു വലിയ ചരിത്രമുണ്ട്. നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത് KPSCയുടെ ആസ്ഥാനമാണ്. ആ, KPSC ആണ്. KPSCയുടെ പിന്നെ നാടകഗാനങ്ങൾ കേട്ടിട്ട് ആവേശം കൊള്ളാത്ത എത്ര പേരുണ്ട്? നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്നൊക്കെയുള്ള നാടകങ്ങൾ കണ്ടിട്ട് കമ്മ്യൂണിസ്റ്റ് ആയ എത്രയോ ആൾക്കാരുണ്ട്. കേരളത്തിൽ അങ്ങ് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഊർജവും അതുപോലെ തന്നെ അവർ ആ പ്രസ്ഥാനത്തിന് ഭക്ഷണവും ഞാൻ പറയുന്ന ഒരു ആലങ്കാരിക അർത്ഥത്തിലാണ് കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് KPSC. അതിനോട് തോപ്പിൽ ഭാസി, കാമ്പിശ്ശേരി കരുണാകരൻ, രാജഗോപാലൻ നായർ സാറ്, പൂറ്റി സാർ, ഇങ്ങനെ എത്രയോ ആൾക്കാരുടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്ന ഒരു കേന്ദ്രമാണ്. അപ്പൊ ആ പിന്നെ ഞാനിപ്പോഴും പറയുന്നത് പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണെറിയുന്നോളെ എന്നുള്ള പാട്ട്, അല്ലെങ്കിൽ ബലികുടീരങ്ങളെ എന്നുള്ള പാട്ട്, ഇത് കേട്ടാലൊന്ന് തിരിഞ്ഞു നിന്ന് ഒരു സെക്കൻഡ് തിരിഞ്ഞു നിന്ന് അതൊന്ന് ശ്രദ്ധിക്കാത്ത ഏത് മലയാളിയുണ്ട്? അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വിപ്ലവത്തിന്റെ ആവേശ ജ്വാലകൾ കേരളത്തിൽ ഉടനീളം പകർത്തിയ KPSCയുടെ ആസ്ഥാനമാണ്. അവിടാണ് ഇന്ന് പാർട്ടിക്ക് ഈ ഗതി വന്നിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതായത് സ്വന്തം ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി. ഞാൻ പറഞ്ഞു വന്നത് ഈ ആലപ്പുഴ ജില്ലയിലെ ആദർശത്തിനായിരുന്നു പ്രാധാന്യം. കണ്ണൂർ അതിപ്പം നടക്കുന്നത് സ്വർണം കടത്ത്, സ്വർണം പൊട്ടിക്കല്, പിന്നെ കൊട്ടേഷന്, ഇതൊക്കെയാണ് നടക്കുന്നത്. കണ്ണൂരെ പാർട്ടി വേറെ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ആലപ്പുഴയിലെ പാർട്ടി അങ്ങനെ അല്ലായിരുന്നു. അതിനൊരു പിന്നെ ഐഡിയോളജിക്കൽ, അതായത് ആശയപരമായ അടിത്തറയും ദാർഢ്യവും ഉണ്ടായിരുന്നു. നിങ്ങൾ ആലോചിക്കേണ്ടത് കേരളത്തിലെ ആദർശനിഷ്ഠ ഉണ്ടായിരുന്നു. നിങ്ങൾ ആലോചിക്കേണ്ടത് കേരളത്തിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനം എവിടെ രൂപം കൊണ്ടത്? അത് ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിൽ ട്രേഡ് യൂണിയൻ എവിടെയാണ്? അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല. വാടപ്പുറം ബാവ എന്നൊരു വ്യക്തിയാണ് ആദ്യമായിട്ട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമല്ലായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നത് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനവും ഇവിടെയാണ് രൂപം കൊണ്ടത്. കയർ തൊഴിലാളികൾ ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് കയർ തൊഴിലാളികൾ ഉള്ള ഒരു ജില്ലയാണ്. അപ്പോ ഇതൊന്നും ശരിക്കു പറഞ്ഞാൽ ഈ പാണന്മാരൊന്നും ഇതൊന്നും വാഴ്ത്തിപ്പാടാത്തതുകൊണ്ട് കണ്ണൂർ ജില്ലയാണ് പാർട്ടിയുടെ കേന്ദ്രമെന്ന് പറയുന്നത് തെറ്റാണ്. ആലപ്പുഴയാണ് ഏറ്റവും വലിയ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ജില്ല. ഈ ജില്ലയിൽ നിന്നാണ് VS അച്യുതാനന്ദനെ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കാര്യം എടുത്താൽ AK ആന്റണി മുഖ്യമന്ത്രിമാരെ സംഭാവന ചെയ്ത സ്ഥലമാണ്. ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരിലെ നിങ്ങൾ TV തോമസ് എവിടുത്തുകാരനാണ്, PT പുന്നൂസ് എവിടുത്തുകാരനാണ്, ഇപ്പം ഏറ്റവും കൂടുതൽ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക് എവിടുത്തുകാരനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കേന്ദ്രം, ഒരു കളിത്തൊട്ടിലായിരുന്നു. ഇവിടുന്ന് ഈ പാർട്ടി വളർന്നപ്പോൾ ഏതാണ്ട് 70കളായപ്പോഴേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ ഒരു മേൽക്കോയ്മ ആലപ്പുഴ ജില്ലയിൽ നഷ്ടപ്പെട്ടു. അതിന് കാരണമുണ്ട്. കോൺഗ്രസിലെ യുവ നേതാക്കന്മാരായിരുന്ന AK ആന്റണി, അതുപോലെ വയലാർ രവി, ഇവരുടെയൊക്കെ ഉദയം. പ്രശാന്തിന് അറിയാമല്ലോ ഓരണ സമരം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ, 60കളുടെ അവസാനം ഉണ്ടായിട്ടുള്ള ആ സംഭവ വികാസങ്ങളോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മേൽക്കൈ നഷ്ടപ്പെട്ടു. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അടുത്തതിലേക്ക് കടക്കാം. അതായത് പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും
ഈ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകിച്ച് ഞാൻ ഈ പറയുന്ന ആലപ്പുഴയ്ക്ക് തെക്കോട്ടുള്ള കായംകുളം വരെയുള്ള മേഖലകളിൽ പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനം നഷ്ടപ്പെടുത്തിയ വ്യക്തി എന്ന് പറയുന്നത് ശ്രീ തച്ചടി പ്രഭാകരനായിരുന്നു. അദ്ദേഹമാണ് ഈഴവ സമുദായത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്നും അടർത്തിയെടുത്ത് കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെയുള്ള മാറ്റം 70കളിൽ നടന്നു. ഇന്ന് എൻ്റെ ഒരു ഊഹം അതുപോലൊരു മാറ്റത്തിന്റെ തുടക്കമാണ് ഇപ്പോൾ കാണുന്നത്. ഇനി ചോദിച്ചോളൂ. തീർച്ചയായിട്ടും ഞാൻ പഴയ ഒരെണ്ണ സമരം ബോട്ടിലെ വിദ്യാർത്ഥികൾക്ക് യാത്രാക്കൂലി കൂട്ടിയതുമായി ബന്ധപ്പെട്ടാണ് ആ സമരം ഉണ്ടാകുന്നത്. ആ സമരം സംഭാവന ചെയ്ത നേതാവാണ് വയലാർ രവി. അതുപോലെ അന്ന് അതിപ്രഗത്ഭരായ ഒരുപാട് വിദ്യാർത്ഥി നേതാക്കളെ കോൺഗ്രസ്സിന് സംഭാവന ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ അതുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ സത്യത്തിൽ അങ്ങനെ ഒരു ഈഴവ വോട്ട് ബാങ്ക് നേടിയെടുക്കാൻ ശോഭാ സുരേന്ദ്രന് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ സാധിച്ചു എന്നാണോ അങ്ങയുടെ വിലയിരുത്തൽ? അല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. അവിടെ ഈഴവ വോട്ട് ബാങ്ക് മാത്രമല്ല, അതായത് ഇപ്പോൾ ഇവിടുത്തെ ഒരു സാമുദായിക രാഷ്ട്രീയ ഇക്വേഷൻ മാറി വരികയാണ്. ഇപ്പോൾ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആലപ്പുഴയ്ക്ക് തെക്കോട്ട് കായംകുളം വരെയുള്ള സ്ഥലങ്ങളിൽ പഴയ കാലത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ഹിന്ദു വോട്ട് ബാങ്ക് രൂപീകരിക്കപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ്. ഇതാണ് ഈ അതിന്റെ സൂചനകൾ 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പിലൂടെ കൂടി ഈ ജില്ലയുടെ തെക്കൻ ഭാഗങ്ങളിലെ എല്ലാ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായ സ്ഥലങ്ങളിലെല്ലാം തന്നെ പഞ്ചായത്തുകളിൽ BJPക്ക് 4-5 അംഗങ്ങളുണ്ടായി. ഹരിപ്പാട് മുനിസിപ്പാലിറ്റിയിലെ എനിക്ക് തോന്നുന്നു പ്രധാന 10ഓളം അംഗങ്ങൾ ഇന്ന് ഹരിപ്പാട് മുനിസിപ്പാലിറ്റിയിൽ BJPക്കുണ്ട്. അതുപോലെ തന്നെ തുടക്കത്തിൽ ഈ മാവേലിക്കരയും ചെങ്ങന്നൂരുമായിരുന്നു BJPയുടെ ശക്തി കേന്ദ്രങ്ങളെങ്കിൽ യഥാർത്ഥത്തിൽ BJPക്ക് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളാണ് അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, കരുനാഗപ്പള്ളി. എന്താണെന്ന് വെച്ചാൽ ഇത് ബഹുഭൂരിപക്ഷം ഹിന്ദുക്കൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. തീരപ്രദേശങ്ങളിൽ പോലും ഹിന്ദു ഭൂരിപക്ഷമാണ്. കേരളത്തിലെ മറ്റ് പല ജില്ലകളിലും തീരപ്രദേശത്ത് ക്രൈസ്തവരാണ് മത്സ്യബന്ധനം നടത്തുന്നത്. ഇവിടെ ആലപ്പുഴ ജില്ലയിൽ ഹിന്ദു മത്സ്യത്തൊഴിലാളികളായ അരയ വിഭാഗമാണ്. അതുപോലെ 2 സമുദായങ്ങളാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്, നായർ ഈഴവ സമുദായങ്ങൾ. എന്റെ നോട്ടത്തിൽ ഈ 2 സമുദായങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് വോട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഈ സമുദായങ്ങൾ തമ്മിൽ പണ്ടുണ്ടായിരുന്ന അകൽച്ച ഇന്നില്ല. ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തിക്ക് ഈഴവ വോട്ട് BJPയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല, നായർ വോട്ടുകളെ അവർക്ക് പിടിച്ചു നിർത്താനും പറ്റി. കാരണം അവർക്ക് അത്ര വലിയൊരു കമ്മ്യൂണൽ ഐഡന്റിറ്റി ഇല്ല. അവരുടെ ഒരു തീപ്പൊരി പ്രസംഗവും അവരുടെ ഒരു ആവേശവും കാരണം അവരെ ഒരു ഹിന്ദു നേതാവ് എന്നുള്ള ഒരു പാൻ ഹിന്ദു എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി അവർക്ക് ഉണ്ടായിട്ടുണ്ട്. സത്യത്തിൽ KC വേണുഗോപാൽ എന്നുള്ള കോൺഗ്രസിലെ പ്രഗത്ഭനല്ലായിരുന്നു ലോക്സഭാ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയെങ്കിൽ ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ അട്ടിമറി നടത്തിയിരുന്നെങ്കിലും ഞാൻ അതിൽ അതിശയിക്കത്തില്ല. കാരണം അത്ര മാറ്റം അവർക്ക് ഈ പ്രദേശങ്ങളിൽ കൊണ്ടുവരാൻ പറ്റി. ഇനി വരുന്ന ദിവസങ്ങളിൽ എത്രമാത്രം ഈ പ്രവർത്തനം ഇവിടെ നിലനിർത്താൻ പറ്റും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ശോഭയുടെ സാധ്യതകൾ എന്നാണ് ഞാൻ കരുതുന്നത്. ചോദിച്ചോളൂ. തീർച്ചയായിട്ടും നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയമായി. ഞാനും അങ്ങ് പറഞ്ഞതിനോട് യോജിക്കുന്നു. അതായത് നായർ, ഈഴവ, പട്ടികജാതി, പട്ടിക വിഭാഗങ്ങളുടെ വോട്ട്, പിന്നാക്ക വിഭാഗങ്ങളുടെ വോട്ട് ഒരുപോലെ നേടാൻ കഴിയുന്ന ഒരു നേതാവായി ശോഭാ സുരേന്ദ്രൻ മാറിയിരിക്കുകയാണ്. അതിന് സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ്റെ സമ്പൂർണമായ പിന്തുണയും അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതായത് BJP ഒറ്റക്കെട്ടായി ആലപ്പുഴ ജില്ലയിൽ മുന്നോട്ട് പോവുകയാണ്. അവർ നേടും, വിജയിക്കും, നിയമസഭയിൽ താമര വിരിയും എന്ന് പറഞ്ഞാൽ, രാഷ്ട്രീയ നിരീക്ഷകർ അങ്ങനെ പറഞ്ഞാൽ അതിൽ തെറ്റു പറയാൻ സാധിക്കില്ല. അങ്ങയുടെ വിലയിരുത്തലുകൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നന്ദി. നന്ദി.